നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഒരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാടൻ സ്റ്റൈല് ചിക്കൻ കറി. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. എങ്കിലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. വരുമ്പോൾ ഞങ്ങളുടെ ചാനലിലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, രണ്ട് പച്ചമുളകും, ഇത് ചെറുതായിട്ടൊന്ന് തൂക്കത്തിലെടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് ചെറുള്ളിയാണ് ഇടുന്നത്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് ചെറുള്ളി ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. സവാള വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് ചെറുള്ളിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലോട്ട് നാടൻ കറിവേപ്പില, ഇതിലേക്ക് ഉപ്പുപൊടിയിൽ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളോട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് നേരത്തെ മൂപ്പിച്ചെടുക്കും. പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്ത കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് 1/2 കിലോ ചിക്കനുണ്ട്. നമുക്കിതേ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇത് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനൊന്നും ലേശം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങും. അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കത് നല്ലപോലെ വേവിച്ചെടുക്കണം. മൂടി വെച്ച് നമുക്ക് വേവിക്കും. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി, ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. നമ്മൾ ചിക്കൻ മസാല കാര്യങ്ങളൊന്നും അത് ചേർക്കുന്നില്ല. മസാലപ്പൊടി ഒരു ചില കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത്, കുറച്ചുകൂടെ വേവാനുണ്ട്. കുറച്ചുകൂടെ മൂടി വെച്ച് വേവിക്കും. തുറന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ട്. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്കൊരു തേങ്ങാപ്പാലാണ്, ചെറിയ തേങ്ങയുടെയാണ്.
ചേർത്ത് കൊടുക്കും. സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും മസാലയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ്, മസാലയൊക്കെ കറക്റ്റാണ്. എരിവ് കൂടുതൽ വേണ്ടവർ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇതിന് ഒന്നുകൂടെ മൂടി വെച്ചൊരു 3-4 മിനിറ്റ് കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തുറന്ന് നോക്കാം. ഇത് നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ലേശം കടുകൂടെ വറുത്ത് ചേർക്കണം, ആളിപ്പൂടെ ചേർക്കണം. ഇത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് നല്ല ചൂടായിട്ടുണ്ട്. കടി ചേർത്ത് കൊടുക്കുക. ഒന്ന് പൊട്ടി വരട്ടെ. ചെറിയുള്ളി, ഒരു 2 വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് ഇതിലേക്ക് ശകലം മുളക് പൊടി ചേർക്കാം. ശകലം മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഒഴിക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.